നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാണ് ഊട്ടിക്കാൻ നടക്കുന്നു. സ്വന്തം തറവാട് സ്വത്തല്ലേ? ഇറങ്ങി പോടാ. നിന്നോടല്ല ഇറങ്ങി പോകാൻ പറഞ്ഞേ. പോടാ. എന്താണ് വന്ദനയുടെ വിവാഹം നടക്കാത്തത് ജാതകദോഷം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ കോടിക്കണക്കിന് സ്വത്ത് വരുമ്പോ മുഖം തിരിച്ചു നിന്ന് പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന ദുർബുദ്ധി ഏത് ദോഷത്തിലാ പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കുഞ്ഞിനെ ഇനി ഇവിടെ തന്നെ പാർപ്പിക്കാനാണ് ഉദ്ദേശം? അതെ. ഇപ്പോൾ ഈ വീട്ടിൽ ഒരംഗം കൂടിയുണ്ട്, വിക്രം. കെട്ടുദോഷം തീരാത്തൊരു സ്ത്രീയോടൊപ്പം ഒരു കുഞ്ഞും കൂടി കുടുംബത്തുണ്ടെന്നുള്ള വിശേഷം വിക്രം അറിയണ്ടേ? എവിടുന്നോ വന്ന് കയറിയതാണെങ്കിലും ഒരു പെൺകുട്ടിയെ വളർത്താനും കല്യാണം കഴിപ്പിച്ച് വിടാനും ഒക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവാകുന്നുണ്ട്. ഈ കുടുംബാംഗം എന്ന നിലയിൽ ആ കാര്യം വിക്രം കൂടി അറിയേണ്ടതല്ലേ? അതുകൊണ്ട് പറഞ്ഞതാ. സുചിത്രേ, നീ മോളെയും കൊണ്ട് അങ്ങ് അകത്തു പോ. മോളെ ഇതുകൂടി. മനോജേ, ദേമോൾ ഒരിക്കൽ ഇവിടെ വന്നതാ. വീണ്ടും അവള് ബന്ധുക്കളോടൊപ്പം പോയി. അതേ കുട്ടി കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ വന്നതേ ദൈവനിശ്ചയമാ. ഈ കുട്ടി ഇനി എങ്ങനെ വളരും, ആര് വളർത്തും, ആരതിനെ കല്യാണം കഴിക്കും, ആരതിന് പണം ചെലവാക്കും എന്നതൊക്കെ ദൈവനിശ്ചയങ്ങളാ. അതിനെ മാറ്റിമറിക്കാനൊന്നും ഒരു ശക്തിക്കും സാധ്യമല്ല. പീഡനം സഹിച്ചും പട്ടിണി കിടന്നും ആകെ തളർന്നു പോയ കുട്ടിയാ ദിയ. തൽക്കാലം ഒന്ന് മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാനെങ്കിൽ അവളെ അനുവദിച്ചാ കൊള്ളാം. എന്റെ മക്കൾ ആരെ വേണമെങ്കിലും വെല്ലുവിളിച്ചോ, പക്ഷേ ദൈവനിശ്ചയത്തെ വെല്ലുവിളിക്കരുത്. ദൈവനിശ്ചയമല്ല, മാങ്ങാത്തൊലി. ആകാശത്തിലൂടെ പോകുന്ന വയ്യാവേലികളൊക്കെ ഏണി വെച്ച് പിടിച്ചെടുത്ത് തലയെ വയ്ക്കുന്നത് ദൈവനിശ്ചയമാണത്രേ. വാടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.